ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. SDPI ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ ജില്ലയിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം കമ്മിറ്റി പുത്തനത്താണിയിൽ ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ല രൂപീകരിക്കുക എന്ന കാലോചിതമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഡിമാൻഡ് മാർച്ചാണ്. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി പിന്നിട്ട് വെള്ളത്തികളിൽ നിന്നും പ്രതിഷേധത്തിന്റെ മലപ്പുറത്തിന്റെ കുതിപ്പിനു വേണ്ടി തിരൂർ ആസ്ഥാനമായി പുതിയൊരു ജില്ല രൂപീകരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി 2026 ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ ജില്ലയിൽ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി പുത്തനത്താണിയിൽ ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിച്ചു. കുട്ടികളത്താണിയിൽ നിന്നും തുടങ്ങിയ മാർച്ച് നഗരം ചുറ്റി പുത്തനത്താണി ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന പൊതുയോഗം SDPI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു നട്ടലോടുകൂടി തീരുമാനം എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഇത്തരം ആളുകൾ ഭരണനിർവഹങ്ങളിലേക്ക് വന്നാൽ അവരുടെ കാര്യം അധോഗതി. ഇതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ലയുടെ അവസ്ഥ, ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, എന്നാ എല്ലാം നമ്മളാ. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ജാഥകളുടെ കാല, ഇടത് വികസനം നടത്തി ഇല്ല ബാക്കി നടത്താന്. അത്രത്തോളം വികസനങ്ങൾ നടത്തിയതാ ഇടത്. 10 വർഷമായിട്ട് വികസനത്തിന്റെ 5 കളിയാ. അടുത്ത ആള് വികസനം പോരാ, ഞങ്ങള് വന്നാലാണ് വികസനം വരിക. KM ഷാജിയുടെ ഭാഷ കടയെടുത്ത് പറഞ്ഞ 10 വർഷമായിട്ട്, അതല്ലെങ്കിൽ 9.5 വർഷമായിട്ട് മലപ്പുറം ജില്ല ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും ഉപരിപഠനത്തിന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ നമ്മുടെ മലപ്പുറത്തെ കുട്ടികൾക്ക് മാത്രം ഉപരിപഠനത്തിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അൻവർ പഴഞ്ഞി ഓർമ്മപ്പെടുത്തി. 50 ലക്ഷം പേർ താമസിക്കുന്ന മലപ്പുറത്തിന്റെ വികസനത്തിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് വിഘടനവാദവും വർഗീയതയുമായിട്ടാണ് കാണാൻ കഴിയുന്നതെന്നും മലപ്പുറത്തെ വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നതുവരെ SDPI എന്ന പ്രസ്ഥാനം തെരുവിലുണ്ടാകുമെന്നും ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ജില്ലാ വിഭജനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് SDPI മലപ്പുറം ജില്ലാ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ വിശദീകരണം നടത്തി. നൌഷാദ് എടക്കുളം, വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് സുധീർ, NP ഷെരീഫ് എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗം മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിന് മണ്ഡലം സെക്രട്ടറി KC സമീർ സ്വാഗതവും മണ്ഡലം ട്രഷറർ AP ഹംസ നന്ദിയും പറഞ്ഞു. കുഞ്ഞാറുമുട്ടി ഹാജി, അഷ്റഫ് പുത്തനത്താണി, സഹീർ വളവന്നൂർ, അബ്ദുസ്സലാം, മുബാറക്ക്, ഇബ്രാഹിം കുട്ടി, നൌഷാദ് കണ്ണംകുളം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.